സുമതി വളവ് നിന്ന് ഇവിടുന്ന് മാറ്റി എറണാകുളത്തേക്ക് കൊണ്ടുപോയി. ഭാഷയും എല്ലാ കാര്യങ്ങളും എറണാകുളത്തേക്ക് കൊണ്ടുപോയി. അപ്പൊ ഇനി ഇവിടെയുള്ളവരൊന്നും സുമതി വളവിനെ കുറിച്ച് പേടിക്കേണ്ട, വേവലാതിപ്പെടേണ്ട. ഗോകുൽ അടിപൊളി. കാര്യം പണ്ടത്തെ സുരേഷ് ഗോപി അങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട് ഗോകുലിനെ. കുറച്ചുകൂടെ ഇതായിട്ട് എടുത്തിരിക്കും, പക്ഷെ ബോറൊന്നുമല്ല, നന്നായിരിക്കും. എനിക്കല്ലേ പഠിപ്പര കടന്ന പിന്നെ പാടവും പുഴയും മലയൊക്കെ ഇത് തന്നെയാണ്. നമ്മുടെ ഈ സുമതി വളർന്ന ടൈറ്റിലാണ് അവർ എടുത്തിരിക്കുന്നത്. കഥ നമ്മുടെ ഒരു പശ്ചാത്തലം, അതായത് ഇവിടുത്തെ തിരുവനന്തപുരത്തല്ലേ. അപ്പൊ അതില് സത്യം പറയാനുള്ളത് പറഞ്ഞാൽ സുമതി വളവ് നിന്ന് ഇവിടുന്ന് മാറ്റി എറണാകുളത്തേക്ക് കൊണ്ടുപോയി. ഭാഷയും എല്ലാ കാര്യങ്ങളും എറണാകുളത്തേക്ക് കൊണ്ടുപോയി. അപ്പൊ ഇനി ഇവിടെയുള്ളവരൊന്നും സുമതി വളവിനെ കുറിച്ച് പേടിക്കേണ്ട, വേവലാതിപ്പെടേണ്ട. ഇനി അങ്ങോട്ട് പോകണം. അവിടെയുള്ള സംഭവങ്ങളാണ് ഇതാകുന്നത്. അതാണ് ഈ സിനിമ കൊണ്ടുള്ള ഏറ്റവും വലിയ ഗുണം. അപ്പൊ സുമതി വളവ് ഇവിടുന്ന് നമ്മുടെ ആര്യങ്കാവ് മൈലം ഇവിടുന്ന് മാറ്റിയിട്ടുണ്ട്. തീർച്ചയായിട്ടും, പ്രത്യേകിച്ച് ആ പേര്. കാരണം നമ്മളൊരു തിരുവനന്തപുരത്തുകാരനായതുകൊണ്ട്, കാരണം അത് നമ്മളോടൊക്കെ ചെയ്തിരിക്കുന്ന അതിനോടൊരു സ്ഥലം. ഈ തിരുവനന്തപുരം വന്ന് പോയി കഴിഞ്ഞാൽ പലരും ചോദിക്കും സുമതി വളവിനെ കുറിച്ച്, നമ്മളെ അടുത്തൊക്കെ ചോദിച്ച ആൾക്കാരുണ്ട്. അപ്പൊ അതിനെ ഒരു കോമഡി വൽക്കരിച്ചു എന്ന് പറയുന്നതിൽ ഒരു സിനിമ എന്തൊക്കെയോ കാട്ടിക്കൂട്ടിയിരിക്കും. പെർഫോമൻസ് സുരേഷ് ഗോപിയുടെ മകന്റെ കാര്യമാണ് എടുത്തു പറയേണ്ട. പുള്ളിയുടെ അസാധ്യമായിട്ടുള്ള പെർഫോമൻസ്. പിന്നെ ഇതിന്റെ റൈറ്ററൊക്കെ അഭിനയിപ്പിച്ചിട്ടുണ്ട്, എന്തിനാണെന്ന് അറിഞ്ഞൂടാ. പുതിയ ഇഷ്ടംപോലെ നടന്മാരും നടിമാരും ഉണ്ടല്ലോ. എല്ലാം അഭിനയിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ക്യാരക്ടേഴ്സ് അതില് എടുത്തു പറയേണ്ട. പിന്നെ അയാളും പ്രൂവ് ചെയ്ത സിദ്ധാർത്ഥ് ഭരതൻ, അദ്ദേഹത്തിന്റെ അത്യുഗ്രം പെർഫോമൻസ് ആണ്. പിന്നെ അയാളുടെ പേരെനിക്ക് അത്ര അറിയത്തില്ല. ഒരു ആശാനായിട്ട് ഒരു റോൾ ചെയ്യുന്ന ഒരാളുണ്ട്. ഏതിനാണെന്ന് അറിഞ്ഞൂടാ. അവന്റെ ആ സീരിയലിലെ കൊച്ചിനെയൊക്കെ കൊണ്ടുവന്ന് എന്തൊക്കെയോ കോപ്രായങ്ങൾ കാണിച്ചു വെച്ചു. അർജുൻ അശോകനൊക്കെ പറ്റിയ ക്യാരക്ടറൊന്നല്ല അർജുൻ അശോകനൊക്കെ. ഈവൻ അർജുൻ അശോകനേക്കാളും സൈജു കുറുപ്പ് അതിൽ ലീഡ് റോൾ ചെയ്തിരുന്നെങ്കിൽ ഇതിനേക്കാളും ഒരു പ്രേക്ഷകൻ എന്നുള്ള രീതിയിൽ ഇതായി പോയതിനെ എന്ന് തോന്നുന്നു. കോമഡീസ് ഉള്ളായിരുന്നു. പിന്നെ ഹൊറർ വിഷ്വൽസ് നൈസായിരുന്നു. നൈസായിരുന്നു. നല്ല സോങ്സും കുഴപ്പമില്ലായിരുന്നു. അത്യാവശ്യം നൈസായിരുന്നു. രോമാഞ്ചം വൈബല്ല, പക്ഷെ ഒരു വൈബ് ഉണ്ട്. പക്ഷെ ഒരു ഫാമിലി ടൈപ്പ്. അങ്ങനെയില്ല, എല്ലാവരും കൊള്ളായിരുന്നു. ഞാൻ അങ്ങനെ ട്രെയിലറൊന്നും കാണാതെയാണ് വന്നത്. പക്ഷെ പടം ഇഷ്ടമായി. നല്ല പടം. അത്യാവശ്യം നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട്. മേക്കിങ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. എല്ലാവരും നല്ല പെർഫോമൻസ് ആയിരുന്നു. പാട്ടുകളും എനിക്ക് ഇഷ്ടപ്പെട്ടു. മെയിനായിട്ട് മേക്കിംഗ് തന്നെയാണ്. സ്റ്റോറി കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുണ്ട്. അതിൽ പ്രേതമുണ്ടോ ഇല്ലയെന്ന് ഇപ്പോഴും കാണുന്ന പ്രേക്ഷകർക്ക് മനസ്സിലാവില്ല. അത് റിയലിസ്റ്റിക് ആണോ അതോ പറഞ്ഞ് കേട്ട് ഉള്ളതാണോ എന്ന് മനസ്സിലാക്കാത്ത രീതിയിൽ അത് സിനിമ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അത് തന്നെയാണ് മെയിനായിട്ട് പറയാനുള്ളത്. ഇല്ല അങ്ങനെയല്ല, അതായിട്ട് അത് നന്നായിരുന്നു. കുറച്ചുകൂടെ ഇതായിട്ട് എടുത്തിരിക്കും, പക്ഷെ ബോറൊന്നുമല്ല, നന്നായിരിക്കണേ. കാണാൻ കൊള്ളാം, നന്നായിരുന്നു പടം. തമാശൊക്കെ ഇടയ്ക്കിടയ്ക്ക് നല്ല ഇതായിരുന്നു. വടിപ്പെടുത്തല്ല, അങ്ങനെയില്ല, പക്ഷെ കൊള്ളാം. പടം കാണാൻ നന്നായിരിക്കണം, ബോറൊന്നുമില്ല. ആവറേജ് പടം. പെർഫോമൻസ് നമ്മൾ മാളികപ്പുറം പോലെ അങ്ങനെ തോന്നുന്നില്ല. ചുമ്മാ ഒരു ഇതായിട്ട് എടുത്തിട്ടുണ്ടോ എന്നുള്ളതേ ഉള്ളൂ. അതെ, നമ്മൾ സുമതി വളർന്നു പറഞ്ഞ നാട്ടിലൊരു കഥ, അത്ര തന്നെ. അല്ല വലിയ ഹെവി ആയിട്ടുള്ള സംഭവം ഒന്നുമില്ല. ഇന്റർവെല്ലിന് തൊട്ടുമുമ്പ് ഒരു ചെറിയൊരു സീനുണ്ട്, അത്ര തന്നെ. കൊള്ളാം, കുഴപ്പമില്ല. പെർഫോമൻസ് ആയിരുന്നു, നന്നായിട്ടുണ്ടായിരുന്നു. അർജുൻ അശോകന്റെ പെർഫോമൻസ് കൊള്ളായിരുന്നു. പിന്നെ നമ്മൾ പ്രേതം ആ ഒരു രീതിയിൽ പോകേണ്ടതില്ല. വൺ ടൈം വാച്ചബിളാണ് സിനിമ. ഫാന്റസി അല്ല, ഫാമിലി ആയിട്ടാണ്. ഫാമിലി ത്രില്ലിംഗ് ആയിട്ടാണ്. സോങ്സ് ഒരുപാട് സോങ്സ് ആവശ്യമില്ലാതെ ഒരുപാട് സോങ്സ് കയറ്റിയിട്ടുണ്ട്. അങ്ങനെ തോന്നിയിട്ടുണ്ട്. അത്രയും സോങ്സിന്റെ ആവശ്യമില്ലായിരുന്നു. ഫസ്റ്റ് ഹാഫ് അടിപൊളിയാണ്. സെക്കൻഡ് ഹാഫ് കുറച്ച് എന്തോ പോലെ ഒരു പെർഫോമൻസ് കൊള്ളാം. സുമതി വളവായിട്ട് പോയിട്ടില്ല, പക്ഷെ കേട്ടിട്ടുണ്ട്. അങ്ങനെ ആ ഒരു റിലേറ്റ് ചെയ്ത് കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ്. നമ്മൾ വലിയ ലോജിക്കൊന്നും നോക്കണ്ട, അല്ലാതെ കാണാം. ചെറിയൊരു ഫീലൊക്കെ കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്, നിലം കൊള്ളാം. പിന്നെ ഒരു ലാസ്റ്റ് ഒരു വൈൻഡപ്പ് ചെയ്യുന്നതിനൊക്കെ ഒരു ക്ലിയർ ആയിട്ട് ചെയ്തിട്ടുണ്ട്. മേക്കിംഗ് കുഴപ്പമില്ല. എന്തായാലും ഒരു തുറക്കാനുള്ള ഒരു രീതിയിൽ എന്തായാലും കാണാൻ കൊള്ളാം. പെർഫോമൻസ് വൈസ് അശോകന്റെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പുള്ളി ഫൈനായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. തന്നെ നമുക്ക് കണ്ടിരിക്കാം. ഈ ഒരു ടൈമിൽ ഇറങ്ങുന്നതിൽ ഒരു വെറൈറ്റി ആയിട്ടുള്ള മൂവിയല്ലേ. എന്നാലും ഒരു ഹൊറർ ഫാന്റസി പ്രതീക്ഷ തന്നെയാണ് വരുന്നത്. പക്ഷെ അതിന് മേലെ അപ്പുറം ഡയറക്ടർ നമുക്ക് തന്നു. സ്ക്രിപ്റ്റ് അടിപൊളി. അഭിലാഷ്മയുടെ സ്ക്രിപ്റ്റ് നമ്മൾ കേട്ടിട്ടുള്ള സുമതി വളവ് എന്ന് പറഞ്ഞു. പക്ഷെ ആ സ്ക്രിപ്റ്റും എല്ലാവരുടെയും പെർഫോമൻസും മ്യൂസിക്കാലും സിനിമാറ്റോഗ്രാഫിയാലും എല്ലാം ഒരുമിച്ച് വന്നപ്പോഴത്തേക്കും റിപ്പീറ്റഡ് വാച്ച് മൂവി എന്ന് പറയാം.
പെർഫോമൻസ് എടുത്ത് പറയത്തക്ക എനിക്ക് എല്ലാവരും ഗോകുല് അടിപൊളി. കാര്യം പണ്ടത്തെ സുരേഷ് ഗോപി അങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട് ഗോകുലിനെ. പിന്നെ ക്ലൈമാക്സ് എൻഡ് വരുമ്പോഴത്തേക്കും അർജുൻ അശോകന്റെ പെർഫോമൻസും എല്ലാവരുടെയും അതായത് ഒരാളെ പോലും നമുക്ക് എടുത്തു പറയാനില്ല. എല്ലാവരും അടിപൊളിയായിരുന്നു. ഒന്നിനൊന്ന് മെച്ചമായിട്ടാണ് എല്ലാവരും പെർഫോം ചെയ്തേക്കുന്നത്.